അപ്പം നമുക്ക് നല്ല ചൂട് ചായയും പിന്നെ അതേപോലെ തന്നെ ഒത്തിരി പഴംപൊരി ഉണ്ട് കേട്ടോ. പഴം ഞാൻ വീട്ടിൽ തന്നെ ചെയ്തതാണ്. അപ്പം കുറേ നാളായി ഇങ്ങനെ വീട്ടിൽ പഴം പൊരിച്ചിട്ട് നമ്മൾ കടയിൽ നിന്നാണല്ലോ വാങ്ങല്. അപ്പം ഹസ്ബൻഡ് കഴിഞ്ഞ ദിവസം പഴം വാങ്ങിച്ചിട്ട് വന്നിട്ട് പറഞ്ഞു ഇതേ വീട്ടിൽ നിന്ന് തന്നെ എനിക്ക് പൊരിച്ച് കിട്ടണം എന്ന് പറഞ്ഞു. അപ്പം നമുക്കിനി ചായ കുടിക്കാൻ പോയാലോ? നമുക്ക് പുറത്ത് നിന്നിട്ട് കുറച്ച് ആൾക്കാരൊക്കെ കണ്ടിട്ടൊക്കെ നമുക്ക് ചായയും കാര്യങ്ങളൊക്കെ കുടിച്ചിട്ട് അവിടെ നിന്നിട്ട് ലാവിഷാവാം. കുറച്ച് ചായയല്ലോ. ആ റെഡ് ഡാഡിക്ക്, ഇത് എനിക്ക്. റെഡ് ഡാഡിക്ക്, ഇത് എനിക്കിന്ന്. ചായ ഇവിടെ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണല്ലോ. അപ്പൊ നമുക്ക് എന്തായാലും പുറത്തോട്ട് ചെല്ലാം. പുറത്തോട്ട് എന്നിട്ട് ചായ കുടിക്കാം. അപ്പൊ നമുക്ക് പുറത്തേക്ക് പോവാം. സാം അങ്ങനെ നമ്മളുടെ ചായയും അതേപോലെ തന്നെ പഴംപൊരിയൊക്കെ ആയിട്ട് പുറത്ത് വന്നിട്ട് ഇങ്ങനെ ആളുകൾ പോകുന്നതും വരുന്നതെല്ലാം കണ്ടിട്ട് ഇങ്ങനെ നിന്നിട്ട് ആസ്വദിക്കുകയാണ് കേട്ടോ. ഏകദേശം 6 മണിയായി. നമ്മളുടെ ഇവിടുത്തെ വർക്കേഴ്സൊക്കെ എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ട് അവരവരുടെ വീടുകളിലേക്ക് പോകുന്ന ഒരു രംഗമാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് ഞങ്ങൾ മറ്റേ ബിഗ് ബസാറിൽ നിന്ന് വാങ്ങിച്ച മഗ്ഗാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അതുകൊണ്ട് ഇനി കുറേ ദിവസം അതിൻ്റെ ഷോ ആയിരിക്കും. ഇവക്കുട്ടിയാണ് വീഡിയോ എടുക്കുന്നത്. അവൾ ഇവിടെ കിടന്ന് കറങ്ങുകയാണ് കേട്ടോ. കാരണം ഞങ്ങൾ ഈ സാം എന്ന സമയത്താണ് ഇവിടെ വന്നിട്ട് ചായ കുടിയും കാര്യങ്ങളൊക്കെ. ഇല്ലെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ പരിപാടികളൊന്നുമില്ല. അകത്ത് തന്നെയാണ്. അങ്ങനെ വരാറും ഒക്കെ കുറവാണ്. ക്ലീൻ ചെയ്യാനും മാത്രമേ വരത്തുള്ളൂ, അല്ലാണ്ട് വരത്തൊന്നുമില്ല കേട്ടോ. അതുകൊണ്ടിട്ട് പിള്ളേരും മാക്സിമം എക്സ്പ്ലോർ ചെയ്യുവാണ് വേണമെന്ന് വേണം പറയാൻ. മാറിപ്പോയി. പിന്നെ നമ്മുടെ സോളാർ ടീം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ സോളാർ ടീം എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ പക്ക അവർ ഒരു ജെനുവിനിറ്റി ഞങ്ങളോട് പാലിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം. ഇതുപോലൊരു അബദ്ധം പറ്റാനില്ല എന്ന് വേണം പറയാൻ. സോഫ്റ്റ്വെയർ ഞങ്ങൾ ഡൗൺലോഡ് ചെയ്തു. അതിൽ ഡൗട്ട് പോലും ചോദിച്ചിട്ട് അവർ ക്ലിയർ ചെയ്ത് തരാനുള്ള സമയമില്ല. പിന്നെ ഇനിയിപ്പോൾ നമുക്ക് ആധാറുമായിട്ട് നമ്മളുടെ KCB ചെന്നിട്ട് ലിങ്ക് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ട്. അക്കൗണ്ട് നമ്പർ ലിങ്ക് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊന്നും അവർ ചെയ്ത് തന്നിട്ടില്ല. എന്നാൽ മാത്രമേ കുറച്ച് എമൗണ്ട് നമുക്ക് അക്കൗണ്ടിലോട്ട് വന്ന് കയറുന്ന സമ്പ്രദായമൊക്കെ ഉണ്ടല്ലോ ഒരു ഇത്ര മാസം കൂടുമ്പം. അതൊന്നും എന്താണെന്ന് പോലും പറഞ്ഞു തന്നിട്ടില്ല. പിന്നെ നമുക്ക് ക്ലീൻ ചെയ്യാൻ എങ്ങനെയാണെന്ന് ചോദിച്ചപ്പം അത് ഞങ്ങൾ തന്നെ ചെയ്യാനേ ഉള്ളൂ എന്നാണ് ഇതിൻ്റെ MD ഞങ്ങളോട് പറഞ്ഞത്. അതുകൊണ്ട് എന്താവും എങ്ങനെയാവും എന്നൊന്നും അറിയില്ല. അതിൻ്റെ നിങ്ങൾ വീഡിയോ കണ്ടാൽ അറിയാം. അത് ക്ലീൻ ചെയ്യാൻ ഒരു സപ്പോർട്ട് ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ പാനലിലേക്ക് നമ്മൾ ഇടിഞ്ഞു പൊളിഞ്ഞു വീഴും. അതുകൊണ്ടിട്ട് നിങ്ങൾ ആരെങ്കിലും സോളാർ കൊടുക്കണമെന്നുണ്ടെങ്കിൽ വളരെയധികം മുന്നേ ഡിമാൻഡ്സും കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് കൊടുക്കുക. കാരണം പറ്റിയ അബദ്ധം ആർക്കും പറ്റാതിരിക്കട്ടെ. അതുകൊണ്ട് തന്നെയാട്ടോ പറയുന്നത്. പിന്നെ വന്നിട്ട് കണ്ടില്ല, ഓപ്പണായിട്ട് ഇട്ടിരിക്കുന്ന ടൈലും കാര്യങ്ങളൊക്കെ എർത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് അതുപോലും അവർ ചെയ്ത് തന്നിട്ടില്ല കേട്ടോ ഞങ്ങൾക്ക്. അങ്ങനെ ഇത് കണ്ട് സന്തോഷിച്ച് ആനന്ദിച്ച് ഉല്ലസിച്ച് വരുന്ന വേറൊന്നല്ല, പുതിയ വാഷിംഗ് മെഷീൻ്റെ ഇനോഗ്രേഷൻ ആയിരുന്നു കേട്ടോ. അതുകൊണ്ടിട്ടാണ് കേട്ടോ. വട്ട് കേസുകളാണല്ലേ ഞങ്ങൾ. അതിനുശേഷം നമ്മളുടെ പുതിയ IFBയുടെ ഒരു വാഷിംഗ് മെഷീൻ ഓട്ടോമാറ്റിക് എടുത്തു. അതെന്ന് പറഞ്ഞ് നമ്മളുടെ ആ സെമി ഓട്ടോമാറ്റിക്കിന് നമ്മൾ RIP പറഞ്ഞു. കാരണം അന്ന് കോൺക്രീറ്റ് വർക്ക് ഉണ്ടായിരുന്നു. അപ്പം എൻ്റെ ഭർത്താവ് ആ തിരക്കിൽ, ഞങ്ങളുടെ മുകളിൽ ഞങ്ങൾക്ക് ഇതില്ല, ടാപ്പില്ല, ഇവിടെ നിന്ന് വന്നിട്ടായിരുന്നു വെള്ളം എടുത്തിട്ട് വർക്കേഴ്സിന് കൊടുത്തത്. എളുപ്പത്തിന് എടുക്കാൻ വേണ്ടി. അതല്ലെങ്കിൽ തന്നെ എന്നെ തല്ലണ്ട അമ്മാവാ, ഞാൻ നന്നാവൂലെന്ന് പറഞ്ഞ പോലെയാണ് എൻ്റെ മെഷീൻ ഓടിക്കൊണ്ടിരുന്നത്. എൻ്റെ സെമി ഓട്ടോമാറ്റിക് വലിച്ചു പറിച്ചെടുത്തപ്പം അതിൻ്റെ പൈപ്പും കാര്യങ്ങളൊക്കെ വിട്ടുപോയിന്നേ. പിറ്റേ ദിവസം ഞാൻ അലക്കാൻ ചെന്നപ്പോൾ എല്ലാം വിട്ട് കിടക്കുന്ന കേട്ടോ. എനിക്കങ്ങ് എൻ്റെ കൺട്രോൾ പോയി. ഞാൻ അങ്ങോട്ട് ഒച്ചെടുക്കാൻ തുടങ്ങി. അങ്ങനെ ഞാനും ഹസ്ബൻഡും തമ്മിൽ 1-2 പറഞ്ഞ് ഇടിയായി. പുള്ളിക്കാരൻ പറഞ്ഞു, നിൻ്റെ ഒരു ഒടുക്കത്തെ വാഷിംഗ് മെഷീൻ ഞാൻ ഇനി വാങ്ങിച്ച് തന്നിട്ടേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് ആൾ വാങ്ങി തന്നൊരു സംഭവമാണ് കേട്ടോ ഇതെൻ്റെ IFB. ഇത് ടോപ്പ് മോഡലാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഒരുപാട് മോഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിൽ വന്നിട്ട് നമുക്ക് എന്താ പറയുന്നത്, ഒരു ഭയങ്കരമായിട്ട് ഉണങ്ങി വരും. നമ്മൾ മഴക്കാലത്തൊക്കെ ഏറ്റവും ഉപകാരമാണ്. ഇപ്പം ഫുള്ളി ഓട്ടോമാറ്റിക് ഉണങ്ങി വരുമെങ്കിലും ഇതിങ്ങനെ അയൺ ഡ്രൈ ചെയ്തതുപോലെ ഉണങ്ങി വരും കേട്ടോ. അപ്പോൾ പിന്നെ നമുക്ക് മഴക്കാലത്ത് നമ്മൾ അലക്കിടേണ്ട ആവശ്യമൊന്നുമില്ല. പല മോഡും ഉണ്ട്. അപ്പോൾ ഞാനിപ്പോൾ അയൺ ഡ്രൈ തന്നെയാണ് ഞാൻ ചൂസ് ചെയ്യുന്നത്. യൂണിഫോമും കാര്യങ്ങളൊക്കെ ഭയങ്കര അധികം ഉപകാരമായി എന്ന് വേണം പറയാൻ. കുറേ സമയവും ലാഭിക്കുക. അല്ലെങ്കിൽ നമ്മൾ അലക്കാനായിട്ട് നമ്മൾ താഴ്ത്ത് വന്നിട്ട് നമ്മൾ വാഷ് ചെയ്യാൻ, നമ്മൾ വീട് ക്ലീൻ ചെയ്യുകയാണെങ്കിൽ അതിനിടയിൽ വന്നിട്ട് മാറ്റി മറിച്ചൊക്കെ ഇടണ്ടേ. പിന്നെ അവൻ പോയി കഴിഞ്ഞപ്പോൾ ഒരു സങ്കടം ഉണ്ടായി. കാരണം വർഷങ്ങളായിട്ട് എൻ്റെ കൂടെ കൂടിയൊരു സംഭവമാണ് കേട്ടോ. പക്ഷേ എന്ത് ചെയ്യാനാണെന്നേ, മാറ്റേണ്ട സമയം വന്നു എന്ന് വേണം പറയാൻ. അപ്പോൾ ഹസ്ബൻഡ് പറയുമായിരുന്നു കേട്ടോ, അങ്ങനെയെങ്കിലും താനൊന്ന് മാറ്റിയല്ലോ അതൊന്ന് പറയുമായിരുന്നു പുള്ളിക്കാരൻ. കണ്ടോ ഇത്ര അധികം കുറേ എന്താ പറയുക, മാക്സിമം ഡ്രൈ, എക്സ്പ്രസ്, പിന്നെ വാഷ് പ്ലസ് ഡ്രൈ 2 hour. ഞാൻ അതാണ് ഇടാറുള്ളൂ കേട്ടോ, വാഷ് പ്ലസ് ഡ്രൈ 2 hour. പിന്നെ 4 hours ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ നമ്മൾ റിഫ്രഷ് ഉണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ സത്യത്തിൽ ഈ ഫുള്ളി ഓട്ടോമാറ്റിക് അത്ര ഇംപ്രസ്ഡ് ആയിരുന്നില്ല ആദ്യം. എന്നോട് ഞാൻ പറഞ്ഞില്ല, എൻ്റെ ഒരു കസിൻ ഇങ്ങനെ പറഞ്ഞിട്ടെന്ന്. പക്ഷേ ഇപ്പം വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ. നല്ല സംഭവമാണ്. പിന്നെ IFB
IFPക്ക് ആണെങ്കിൽ 4 ഇയർ വാറണ്ടി, ഇതിൽ എല്ലാ 6 മന്ത്സ് കൂടും അവരുടെ സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും എന്ന് പറഞ്ഞു. അപ്പോൾ വളരെ സന്തോഷത്തോടെ അപ്പോൾ അതിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞു കേട്ടോ. പിന്നെ ഇത് നമ്മളുടെ പിറ്റേ ദിവസം രാവിലെയാണ് കേട്ടോ. കുഞ്ഞൊരു ലഞ്ച് ബോക്സ് ആയിക്കോട്ടെ എന്ന് കരുതി നമ്മൾ ലഞ്ച് ബോക്സിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, എന്നൊരിക്കൽ ചെയ്തിട്ടുണ്ടായിരുന്നു തോന്നുന്നു. അപ്പോൾ ഇതിപ്പം അങ്ങനെ ഇരിക്കട്ടെ എന്ന് കരുതി. കാര്യമായിട്ടൊന്നുമില്ല, നമ്മുടെ സെരക്കുട്ടിയുടെ ലഞ്ച് ബോക്സ് ആണ്. അപ്പോൾ അവൾക്ക് ചിക്കൻ മുട്ട മതി എന്ന് പറഞ്ഞപ്പോൾ അവൾക്ക് അതും പിന്നെ പപ്പടം വറുത്തതും അതാണ് അവൾക്ക്. സാമ്പാർ പപ്പടമാണ് ഇവക്കുട്ടിക്ക്. സാമ്പാറും പപ്പടമാണ് ഇവിടുത്തെ മെയിൻ ഇന്നത്തെ കറി. പക്ഷേ സെരക്കുട്ടിക്ക് കഴിക്കും അവൾ വീട്ടിൽ വരുമ്പോൾ നമ്മൾ സാമ്പാറിൻ്റെ വെജിറ്റബിൾസൊക്കെ ചോറിൽ ഉടച്ചു കൊടുക്കുമ്പോൾ കഴിക്കും. ഇല്ലാതെ സാമ്പാറും പപ്പടവും അവൾക്ക് വേണം. അപ്പോൾ അത് സ്കൂളിൽ ചെല്ലുമ്പം നമ്മൾ കൊടുക്കുന്നത് പോലെ പുള്ളിക്കാരത്തേക്ക് കഴിക്കാൻ പറ്റത്തില്ല. അപ്പോൾ അവർക്ക് ഇങ്ങനെ ഇതൊക്കെയുണ്ട് അവിടെ ചില എന്താ പറയുക കോമ്പറ്റീഷൻ ഉണ്ട്, ആദ്യം ആരാ കഴിച്ച് കഴിയണമെന്നൊക്കെ. അപ്പോൾ അവൾ പുറകോട്ടാവുന്നൊക്കെ പറഞ്ഞുള്ള കംപ്ലൈൻറ്റും ഉണ്ട്. ഞാൻ എന്തോ ചെയ്യും, അവക്കടെ ഇഷ്ടത്തിനുള്ള ലഞ്ച് ബോക്സിൽ എന്താ വേണ്ടതെന്ന് ചോദിക്കും. അപ്പോൾ അവൾ പറയുന്നത് പോലത്തുള്ള രീതിയാണ് കേട്ടോ കൊടുക്കാറുള്ളത്. ആദ്യം ഇവക്കുട്ടി ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു, ഇപ്പോൾ ഇവക്കുട്ടി അവളെല്ലാം കഴിച്ചോളും. അപ്പോൾ അതേപോലെ സെറക്കുട്ടിയും സ്കൂളിൽ കൊണ്ടുപോയി തുടങ്ങിക്കോളും. പക്ഷേ വീട്ടിൽ വരുമ്പോൾ കഴിച്ചോളൂ കേട്ടോ, സാമ്പാറെല്ലാം കഴിച്ചോളൂ. അപ്പോൾ അതുകൊണ്ടിട്ടാണ് ഞാനങ്ങനെ മുട്ട ആയിട്ട് അവൾക്ക് കൊടുത്തത്, ചിക്കൻ മുട്ട ഉണ്ടാക്കി കൊടുത്തത്. പിന്നെ ഇവക്കുട്ടിക്ക് വന്നിട്ട് സാമ്പാറാണ് കറി. ഇവർക്ക് രണ്ടുപേർക്ക് അധികം ഉച്ചയ്ക്ക് കൊണ്ടുപോകാറില്ല, ചോറ് അധികം കൊണ്ടുപോകാറില്ല, ആവശ്യത്തിനേ കൊണ്ടുപോകാറുള്ളൂ. പിന്നെ വൈകിട്ട് വന്നിട്ടായിരിക്കും അല്ലാത്ത എന്തെങ്കിലും മറ്റേ ഇത് ഞാൻ പറഞ്ഞതുപോലെ എന്തെങ്കിലും പലഹാരവും കാര്യങ്ങളൊക്കെ കഴിക്കാറുള്ളത് കേട്ടോ. അപ്പോൾ പിന്നെ അതും അവർക്ക് എന്താ പറയുന്നത് ചോറും കാര്യങ്ങളും എല്ലാം ഉച്ചയ്ക്ക് കാര്യമായിട്ട് കഴിക്കുന്നതൊക്കെ വീട്ടിലുള്ളപ്പോഴാണ് നല്ല നല്ല അവർക്ക് ഇഷ്ടപ്പെട്ട രീതിയിലൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നത്. സ്കൂളിലൊക്കെ ഒരു ഒപ്പീരായിരിക്കത്തുള്ളൂ, മിക്കവാറും ഒപ്പീരായിരിക്കത്തുള്ളൂ. പിന്നെ നിർബന്ധ ബുദ്ധിയോ അങ്ങനത്തെ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തത് കൊണ്ടിട്ട് ഞാൻ വളരെയേറെ ഹാപ്പിയാണ്. അപ്പോൾ ഇന്നിപ്പം ഞങ്ങൾ എണീക്കുന്നതൊക്കെ ഉണ്ടല്ലോ ഇപ്പോൾ ഭയങ്കര ലേറ്റായിട്ടാണ്. സ്കൂൾ വണ്ടി രാവിലത്തെ പോവാറില്ല. സാം കൊണ്ടുവന്ന് തന്നെ ആക്കണം പിള്ളേർ നാട്ടിലുള്ളപ്പം. ഞങ്ങൾ പണ്ട് ഒരുമിച്ചായിരുന്ന സമയത്ത് മൂത്ത കുട്ടി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ആൾക്ക് പിള്ളേരെന്ന് പറഞ്ഞാൽ അന്ന് സെറയുണ്ടായിരുന്നില്ലല്ലോ. ഇവ കുട്ടീനെ സ്കൂളിൽ കൊണ്ടുവന്ന് ആക്കുന്നതും കൊണ്ടുവരുന്നതും ഒക്കെ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. സമയമില്ല എന്നുള്ളൊരു സങ്കടം മാത്രമേ ഉള്ളൂ പുള്ളിക്കാരന് മിക്ക കാര്യങ്ങളിലും. പക്ഷേ സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ എന്താ പറയുക, ഞാൻ സമയം ഉണ്ടെങ്കിലും മടി കാണിച്ച് നിൽക്കും പല കാര്യങ്ങളും. പുള്ളിക്കാരൻ അങ്ങനെയല്ല. കുട്ടികളുടെ കാര്യത്തിൽ എന്നൊക്കെ പറഞ്ഞാൽ രാവിലെ ആണെന്നുണ്ടെങ്കിലും ആൾക്ക് സമയം ഉണ്ടെങ്കിൽ കൊണ്ടുവന്ന് ആക്കും. അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഞാനും കൂടെ ചെല്ലുന്നത് ഭയങ്കര ഇഷ്ടമാണ് കൂടെ. എനിക്കാണെങ്കിൽ എന്താണെന്നറിയോ, ഇവരെല്ലാവരും പോയിട്ടുണ്ടെങ്കിൽ ആ ഒരു ടൈം കൊണ്ട് ആ പാത്രമൊക്കെ കഴുകി ക്ലീൻ ആക്കാമല്ലോ എന്നുള്ളതാണ് എൻ്റെ മൈൻഡിൽ അപ്പം തന്നെ ഓടുന്നത്. പക്ഷേ മിക്കവാറും എന്നെയും കൂടെ വണ്ടിയിലിട്ട് കൊണ്ടുപോകാറുണ്ട് കേട്ടോ. ഇപ്പോൾ എന്നോട് ഇന്ന് വരാൻ പറഞ്ഞു, കാരണം നമ്മുടെ സെറയ്ക്ക് ഇന്ന് ഡേ സെലിബ്രേഷൻ ആണ് കേട്ടോ. അപ്പോൾ അവൾക്കിടെ കുഞ്ഞു ഡാൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അത് വളരെ സങ്കടത്തോടെയാണ് എൻഡ് ചെയ്തത് കേട്ടോ. വേറെ ഒന്നല്ല, ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഞാൻ പറയാം കേട്ടോ. നമ്മുടെ ഇപ്പോൾ സെറക്കുട്ടിനെ ഞാൻ ഉടുപ്പൊക്കെ മാറ്റി ഇരുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പം അവരുടെ ബുക്സും കാര്യങ്ങളൊക്കെ ടൈം ടേബിൾ അനുസരിച്ചിട്ട് അവളെയും കൊണ്ട് തന്നെ ഞാൻ വെപ്പിക്കാറുണ്ട്. കാരണം നമ്മളങ്ങനെ ആക്കണമല്ലോ കുഞ്ഞുങ്ങളെ. അതിനിടയിൽ പിന്നെ എന്തൊക്കെയോ അവിടെ കിടന്ന് ഉരുണ്ട് മറഞ്ഞു വന്നപ്പം 8:30 സമയം 8:45 ഇറങ്ങണം. മുടി പിന്നെയും ചീത്തയാക്കി. അങ്ങനത്തെ മുടി അതിൻ്റെ ഇടയിൽ കൂടി ഞാൻ കെട്ടിക്കൊടുക്കുകയാണ്. ഇതാണ് കേട്ടോ നമ്മുടെ വാവയുടെ ഡ്രസ്സ്. ഇന്നത്തെ ഡാൻസിൻ്റെ കാര്യമായിട്ടുള്ള പ്രോഗ്രാം ഒന്നല്ല, അവരുടെ ക്ലാസ്സിൻ്റെ ഡേ സെലിബ്രേഷൻ അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പം ഇതാണ് വാവയ്ക്ക് ഡ്രസ്സ് ഇന്ന് വാങ്ങിച്ചത്. ഇഷ്ടമായോ എല്ലാവർക്കും? നല്ല ഡ്രസ്സല്ലേ? അവൾക്ക് ഇങ്ങനത്തെ ഡ്രസ്സൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പുള്ളിക്കാരത്തി അപ്പോൾ പറയുമായിരുന്നു, മമ്മി എനിക്ക് ഇന്ന് ഐഷാഡോ ഒക്കെ ഇട്ട് തരണോ എന്നൊക്കെ പറയുമായിരുന്നു. അപ്പോൾ ഞാൻ ഐഷാഡോ ഒന്നും ഇട്ട് കൊടുത്തില്ല, സമയം വൈകിയല്ലോ. സാം വഴക്കുറയും, ഇനി ലേറ്റായ വഴക്കുറയും. അപ്പോൾ അതൊന്നും ഇട്ട് കൊടുത്തില്ല. അതിന് പകരം ലിപ് ബാം ഇട്ട് കൊടുത്തു. അപ്പോൾ ടിൻറ്റഡ് ആയിട്ടുള്ള ലിപ് ബാം, അപ്പോൾ ലിപ്സ്റ്റിക്ക് ഇട്ട പോലെ തോന്നുകയും ചെയ്യും. ലിപ് ബാം എന്ന് പറഞ്ഞാൽ കിഡ്സിൻ്റെ ആണ് കേട്ടോ. ഞാനല്ലാതെ മെഡിക്കേറ്റഡ് ആയിട്ടുള്ള ലിപ് ബാമാണ്, അല്ലാതെ വേറെ നമ്മളുടെ ഒന്നും അങ്ങനെ ലിപ്സ്റ്റിക്കൊന്നും യൂസ് ചെയ്യാറില്ല. ഇടയ്ക്ക് അവൾ എന്നെ കണ്ണ് വെട്ടിച്ചെടുത്താലേ ഉള്ളൂ ലിപ്സ്റ്റിക്കും കാര്യങ്ങളൊക്കെ. പിന്നെ ഇടയ്ക്ക് ഐഷാഡോ ഒക്കെ പണ്ടൊക്കെ ഇട്ട് കൊടുക്കുമായിരുന്നു. ഇപ്പോൾ അത് നിർത്തി കളഞ്ഞിട്ടുണ്ട് കേട്ടോ. കാരണം ശീലമാക്കിയാലേ കെമിക്കലല്ലേ, അവർക്ക് കേടല്ലേ. അപ്പോൾ ഞാൻ ഞാൻ കൊടുക്കാറില്ല ഐഷാഡോ ഒന്നും. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, വാവച്ചി ഒരു ടാറ്റയൊക്കെ എല്ലാവരും നമ്മൾ ടാറ്റയൊക്കെ തരാൻ വേണ്ടിയിട്ട് എല്ലാവരും നോക്കുന്നുണ്ടാവും, ടാറ്റയൊക്കെ വീഡിയോ എല്ലാവരും കാണുന്നുണ്ടെന്നൊക്കെ പറഞ്ഞൊക്കെ കളിപ്പിക്കുമായിരുന്നു ആളെ. അങ്ങനെ വണ്ടിയിൽ കയറി അങ്ങനെ ഞാനും കൂടെ പോയിന്ന് ഞാൻ പറഞ്ഞല്ലോ. അങ്ങനെ സ്കൂളെത്തി. അപ്പോൾ ഞാൻ മറ്റേ നമ്മളുടെ എൻട്രൻസ് വരെ ആക്കി കൊടുക്കാറുള്ളൂ. അപ്പോൾ ഇന്ന് ഡേ സെലിബ്രേഷൻ ആയതുകൊണ്ടിട്ട് സാമും പുറത്തോട്ടൊന്ന് ഇറങ്ങി പുള്ളിക്കാരത്തിട്ട്. ഞങ്ങൾ ഡാൻസ് ഒന്നും കാണാമെന്ന് വിചാരിച്ചില്ല, പക്ഷെ അതിനിടയിൽ മോളൊന്ന് വീണു. അതാണ് ഞങ്ങൾക്ക് ഉണ്ടായ ഏറ്റവും വലിയ സങ്കടം കേട്ടോ. ഭയങ്കരമായിട്ട് കൊച്ചങ്ങോട്ട് വീക്കായിപ്പോയി, പെട്ടെന്ന് പേടിച്ചു പോയി അവൾ. കാരണം കല്ലിലാണല്ലോ, അതായത് എന്താ പറയുക അതിനെ, മറ്റേ ചെമന്ന കല്ലല്ലേ, മണ്ണല്ലേ. അപ്പോൾ കാലൊന്ന് പൊട്ടി. പിന്നെ ആൻറ്റി വന്നിട്ട് അവിടുത്തെ ആൻറ്റി, സ്കൂളിൽ ആൻറ്റി വന്നിട്ട് ഫസ്റ്റ് എയ്ഡ് വെച്ച് കൊടുത്തു. പിന്നെ പ്രോഗ്രാം അവൾ എങ്ങനെയൊക്കെ ഒപ്പിച്ചു, അവളെ കൊണ്ടാവുന്ന വിധം അവൾ ചെയ്തു. അതിനുശേഷം ഞങ്ങൾ അവളെ കൊണ്ടുവന്നു. മൈൻഡ് സെറ്റ് ആക്കടെ ഓക്കെ അല്ലാന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. ഞങ്ങൾ വെയിറ്റ് ചെയ്തു, അവിടെ പ്രോഗ്രാം കഴിയുന്നത് വരെ വെയിറ്റ് ചെയ്തു കേട്ടോ. പക്ഷേ വീഡിയോ ഒന്നും എടുത്തില്ല, നമ്മളും ആ ഒരു മൂഡിലായിരുന്നില്ല. ഇതിപ്പോൾ കഴിഞ്ഞ ആഴ്ചത്തെ കാഴ്ചയാണ് കേട്ടോ.
നമ്മൾ BCB ആണ് കേട്ടോ. നമ്മുടെ സെറക്കുട്ടിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു പ്ലേ സ്റ്റേഷനാണ്. നമ്മുടെ കാക്കനാട് തൃക്കാക്കര അവിടെയാണ് ഈ സംഭവം ഉള്ളത്. BCB അവരുടെ ഫ്രണ്ടാണ് ഇത്. അവൾക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സ്ഥലമാണ്, ചെറുതിലോട്ടും അവൾക്ക് ഭയങ്കര ഇഷ്ടമുള്ള സ്ഥലമാണ്. അപ്പോൾ അവളവിടെ കൊണ്ടുവന്നു. അപ്പോൾ ഇവനോട് വരാൻ പറഞ്ഞപ്പോൾ ഇവ പറഞ്ഞു പിന്നെ BCBയിൽ എന്ത് തേങ്ങ കാണാനാണ്, അവരുടെ 14 years ഓഫ് ഏജിൽ നമ്മൾ BCB കൊണ്ടുവന്നിട്ട് കാര്യമില്ലല്ലോ. ചെറുതിൽ അവൾക്ക് ഇഷ്ടമായിരുന്നു കേട്ടോ. ഇപ്പോൾ അവൾ വലിയ കുട്ടിയായപ്പോൾ ഒക്കെ ഒന്നും ഇഷ്ടമല്ലാണ്ടായി. പിന്നെ സെറക്കുട്ടി കളിക്കുന്ന സമയത്ത് ഞങ്ങളുടെ ചില കുഞ്ഞു കുഞ്ഞു റൊമാൻസ് സീനൊക്കെയാണ് കേട്ടോ. അതിപ്പം നമ്മൾ പണ്ട് വീഡിയോ ഉണ്ട്, ചാനലുണ്ട്, ഇല്ലാവുന്നതിന് മുന്നേ തന്നെ ഫേസ്ബുക്കിലിട്ടും വാട്സപ്പിലിട്ടും ഇൻസ്റ്റയിലിട്ടൊക്കെ കുറേ പേര് ഞങ്ങൾ വെറുപ്പിച്ചിരുന്നു. ഇപ്പോൾ അതേ നിങ്ങളെയും കൂടി വെറുപ്പിക്കുന്നു, അത്രയേ ഉള്ളൂ കേട്ടോ. നമ്മൾ സെറക്കുട്ടി ഇട്ടിരിക്കുന്ന ഡ്രസ്സ് കണ്ടോ, ഈ വീഡിയോ ത്രൂ ഔട്ട് നിങ്ങൾക്ക് ഈ ഡ്രസ്സ് കാണാം. കാരണം എപ്പോൾ വീഡിയോ എടുക്കുന്നുവെങ്കിലും ഈ കൊച്ചി ഡ്രസ്സ് വന്നിട്ടിടും. ഭയങ്കര ഇഷ്ടമാണ് പുള്ളിക്കാരത്തേക്ക് ഈ ഡ്രസ്സ്. അതുകൊണ്ടിട്ടാണ്, ഒന്നും പറയാൻ പറ്റില്ല. നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആൾക്ക് ദേഷ്യവും വരും. പിന്നെ കൊച്ചല്ലേ, ഇഷ്ടത്തിന് കാണിച്ചോട്ടെ എന്ന് കരുതും. നമുക്ക് ചെറുതിൽ ഇങ്ങനെയൊക്കെ എനിക്കുണ്ടായിരുന്നു. എനിക്കിതുപോലെ ഒരു ബെയറിൻ്റെ ഡ്രസ്സ് ഭയങ്കര ഇഷ്ടമായിരുന്നു. അതുകൊണ്ട് എനിക്കിപ്പോൾ ഒന്നും പറയാനില്ല. അന്ന് എൻ്റെ വീട്ടുകാരെന്നെ വഴക്ക് പറയുമ്പോൾ എനിക്ക് ഇഷ്ടമല്ലായിരുന്നു. അതുകൊണ്ടിട്ട് എനിക്ക് കൊച്ചിൻ്റെ അവസ്ഥ മനസ്സിലാവും. അപ്പം നമ്മൾ അത് BCBയിലെ കളി കഴിഞ്ഞ് വന്നപ്പോൾ അവൾക്ക് വിശക്കണമെന്ന് പറഞ്ഞു. അപ്പം നമ്മളുടെ കുഴുവേലിപ്പടി അടുത്തുള്ള ഒരു സ്ഥലമുണ്ട്, പുക്കാട്ടുപടി അതിനടുത്തുള്ളൊരു സ്ഥലമുണ്ട് കുഴുവേലിപ്പടി. അതിനടുത്ത് ഇങ്ങനത്തെ ഒരു ടീ സ്റ്റോളുണ്ട്. അത് 24 hours ആണ് കേട്ടോ. ഇതിന് നേരെ ഒരു സൂപ്പർ മാർക്കറ്റ് ഉണ്ട്. അത് 12 മണി വരെ ഉണ്ടാവും. അതിന് ശേഷം ഉണ്ട് വിപണി എന്ന് പറഞ്ഞ സൂപ്പർ മാർക്കറ്റ്. അപ്പം ഞങ്ങളിവിടെ വന്നിട്ടാണെന്നുണ്ടെങ്കിൽ ഇടയ്ക്ക് ഇങ്ങനെ ചായ കുടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പം നമുക്ക് സിറ്റിയിലോട്ട് പോകാൻ പറ്റാതിരിക്കുമ്പോൾ ഇവിടെ വന്നിട്ടാണ് നമ്മൾ ഹോൾട്ട് ചെയ്യാറുള്ളത്. അപ്പോൾ ഇവിടെ സ്കൂൾ സ്റ്റുഡൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. വേറെ കുഴപ്പമൊന്നുമില്ല, സേഫാണ്, ഫാമിലി വരാറുണ്ട്. അപ്പോൾ സെറക്കുട്ടിക്ക് വന്നിട്ട് എന്താ ഫ്രഞ്ച് ഫ്രൈസോ ചിക്കനൊക്കെ ഇട്ടിട്ട് എന്തോ ഒരു സംഭവമാണ് അവൾക്ക് വാങ്ങിച്ചു കൊടുത്തത്. പിന്നെ ഇവക്കുട്ടിക്ക് ഞങ്ങൾ ചിക്കൻ സാൻഡ്വിച്ച് പൊതിഞ്ഞു കൊണ്ടുപോയി. അപ്പം ഞങ്ങൾ കഴിച്ചത് മറ്റേ ബൂസ്റ്റർ ടീ ആയിരുന്നു, ഞാനും സാമും. പിന്നെ എന്തോ ഒരു സ്നാക്സ് കഴിച്ചായിരുന്നു, ചായയും കടിയും എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷോപ്പിൽ നിന്നാണ് ഞങ്ങൾ കഴിച്ചത്. വലിയ എമൗണ്ട് ഒന്നും ഇല്ല കേട്ടോ, ഒരു 50 രൂപ അല്ല അങ്ങനത്തെ ആ റേഞ്ചൊക്കെ ഉള്ളൂ കേട്ടോ. നമുക്ക് അഫോർഡബിൾ ആണ് കേട്ടോ. പിന്നെ വന്നിട്ട് ഒരുപാട് ഇങ്ങനെ ഫാമിലിയും കാര്യങ്ങളൊക്കെ കണ്ട് നമുക്കിങ്ങനെ വായിൽ നോക്കിയിരിക്കാം കുറച്ച് നേരം, അങ്ങനെ പറ്റിയൊരു സ്ഥലം. അങ്ങനെ അത് കഴിഞ്ഞിട്ട് പിന്നെ വീട്ടിലോട്ട് പോയാൽ മതി. അപ്പോൾ വീട്ടിൽ വന്നിട്ട് എന്തെങ്കിലും ഉണ്ടാക്കി തരണം എന്ന് സാം പറഞ്ഞു. സാമിന് ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ പുറത്തെ ഫുഡുകൾ കഴിക്കുന്നത് ഇഷ്ടമല്ല. ഞങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ വരുന്നു എന്നതേ ഉള്ളൂ കേട്ടോ. പുള്ളിക്കാരൻ അങ്ങനത്തെ ഒരു മൈൻഡാണ് കേട്ടോ. പിന്നെ അതിന് ശേഷം വന്നിട്ട് നമ്മൾ അതിൻ്റെ അടുത്ത് നമ്മളിപ്പം കൊച്ചിന് സാൻഡ്വിച്ച് വാങ്ങിച്ചില്ലേ, കൊച്ചിന് സാൻഡ്വിച്ച് വാങ്ങിച്ച കടയിൽ ഇങ്ങനെ പണ്ടത്തെ ശർക്കര മിഠായി, നൊസ്റ്റു ഉള്ള മിഠായിസ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ വന്നിട്ട് അത് ഗുലാബ് ജാം ഉണ്ടല്ലോ, ഡ്രൈ ഗുലാബ് ജാമാണ്, ഒരു നോർത്ത് ഇന്ത്യൻ്റെ കടയാണത്. അപ്പം ഞാൻ അത് 2 എടുത്തു കേട്ടോ. ഈ പൂരപ്പറമ്പിൽ പൂരം കാണാൻ വന്ന കൊച്ചിൻ്റെ ഒരു അവസ്ഥയായിരുന്നു എനിക്ക്. അപ്പോൾ കൊച്ചിനാണെന്നുണ്ടെങ്കിൽ കൊച്ചിന് കണ്ടിട്ട് കണ്ണ് മഞ്ഞളിച്ചു പോയി. കൊച്ചു ആണെന്നുണ്ടെങ്കിൽ കണ്ടതും കേട്ടതും ഒക്കെ ചോദിച്ചു. പക്ഷെ ഞാൻ ഒരു ലോലിപ്പപ്പിൽ അങ്ങ് ഒതുക്കി. പിന്നെ വന്നിട്ട് ഈ സംഭവങ്ങളൊക്കെ എടുത്തിട്ട് ഒരെണ്ണം സാമിൻ്റെ വായിലോട്ട് അങ്ങ് ഇട്ട് കൊടുത്തു, ഗുലാബ് ജാം. അപ്പം തന്നെ ഞാൻ അകത്താക്കുകയും ചെയ്തു കേട്ടോ. സംഭവം കൊള്ളായിരുന്നു, ഡ്രൈ ഗുലാബ് ജാം. അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മളത് വീട്ടിലങ്ങോട്ട് എത്തി. വീട്ടിലെത്തി കഴിഞ്ഞപ്പോഴേക്കും ഞാൻ കരുതി ചപ്പാത്തിയും ഡാൽ കറി ആക്കാമെന്ന് കരുതി. അപ്പോൾ സാം പറഞ്ഞു എന്തെങ്കിലും ഉണ്ട്. അപ്പോൾ നോൺ വെജ് എല്ലാം തീർന്നിരിക്കുവാണ്. അപ്പം സോസേജ് ഉണ്ട്. സോസേജ് എപ്പോഴും നമ്മളൊന്ന് സ്റ്റോർ ചെയ്തേക്കും. എപ്പോഴും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് സാം പണ്ട് കൊണ്ടുവന്നതാണ്, അതിന് എക്സ്പയറി ഉണ്ടാവുമല്ലോ. സോസേജ് അത്ര വലിയ താല്പര്യമൊന്നും ഇവിടെ ഇല്ല. അപ്പോൾ സാം വരുമ്പോഴാണ് ഇതൊക്കെ കഴിക്കാറുള്ളത്. ആ പുള്ളിക്കാരൻ പറഞ്ഞു സോസേജ് പുള്ളിക്കാരൻ ചെയ്തോളാം. പുള്ളിക്കാരന് ഞാൻ സോസേജ് കുക്ക് ചെയ്യണത് ഇഷ്ടമല്ല, ചെയ്തോളാം എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് അത്ര എളുപ്പമായി. അപ്പം ഞാൻ പരിപ്പ് പിന്നെ എളുപ്പത്തിൽ കുക്കറിൽ ഒരു 3 വിസിൽ അങ്ങോട്ട് കേട്ടാൽ പരിപ്പ് കറി ഓക്കെ ആവുമല്ലോ. വേറെ ഒന്നുമല്ല, തക്കാളിയുണ്ട്, സവാളയുണ്ട്, പിന്നെ കുറച്ച് നമ്മളുടെ ഈ ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ്. പക്ഷേ എനിക്കിഷ്ടം ജിഞ്ചറും ഗാർലിക്കും നമ്മളിങ്ങനെ പച്ച ജിഞ്ചർ ഗാർലിക്കൊക്കെ ഇടുന്നതാണ് ഇഷ്ടം, റോ ആയിട്ടുള്ളത്. പക്ഷേ ഇപ്പോൾ സമയം ഒത്തിരി ലേറ്റായി. അങ്ങനെ ഒരു 3 വിസിൽ അടിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ സംഭവം റെഡിയാവും. പിന്നെ അതിന് ശേഷം നമുക്ക് ചപ്പാത്തിയും കൂടി ചുട്ടിട്ടുണ്ടെങ്കിൽ സിറ്റ് കുക്ക് ചപ്പാത്തിയല്ലേ. പിന്നെ സാമാണെന്നുണ്ടെങ്കിൽ എനിക്ക് സോസേജ് ഉണ്ടാക്കി തന്നു, എൻ്റെ പണി എളുപ്പമായി. പക്ഷേ ഈ സോസേജ് ഉണ്ടാക്കി തന്നിട്ട് അവിടെ എല്ലാം വൃത്തികേടാക്കിയിരുന്നേ. പിന്നെ അതിൻ്റെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കിടന്നപ്പോൾ എത്ര വന്നാലും ലേറ്റ് ആയിട്ടോ. അങ്ങനെ വന്നു. പണ്ടേ ഞങ്ങളുടെ വീട്ടുകാർ ഞങ്ങളെ വിളിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പേര് പറയാൻ കൊള്ളത്തില്ല. ഞങ്ങളുടെ ദിവസം സ്റ്റാർട്ട് ചെയ്യണത് ഉച്ചയാവുമ്പോഴാണ്. ഞങ്ങൾ ഉറങ്ങണത് തന്നെ വെളുപ്പ് കഴിയുമ്പോഴുമാണ്. അതുകൊണ്ടിട്ട് ഞങ്ങളുടെ വീട്ടിലുള്ളവർ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഞാനും സാമും ഒരു കെട്ട്, ഞങ്ങളുടെ വീട്ടുകാർ രണ്ടും വേറെ കെട്ട്. പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പം എനിക്കത് മനസ്സിലാവുന്നുണ്ട് അവരുടെ അവസ്ഥ എന്താവുന്നു. പക്ഷേ ഞങ്ങൾക്ക് കൊച്ചുങ്ങളായിക്കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും എന്ന് ഇവർ ചിന്തിച്ചു. പക്ഷേ കുട്ടികളായിക്കഴിഞ്ഞപ്പോൾ ഞങ്ങൾ കുഴപ്പമൊന്നുമില്ല, കുട്ടികൾ നമ്മുടെ രീതിയിലേക്ക് വന്നു എന്ന് പറയണതായിരിക്കും സത്യം. അതങ്ങനെയാണ് കേട്ടോ. കുറേയൊക്കെ നമ്മളങ്ങനെ ബലം പിടിച്ച് ജീവിച്ചിട്ട് കാര്യമൊന്നുമില്ലല്ലോ. അങ്ങനെ ഈസി ആയിട്ടൊക്കെ അങ്ങനെ പോകുന്നേ. പിന്നെ എനിക്കുണ്ടല്ലോ, നമ്മൾ ഈ സിറ്റിയുടെ അതായത് നമ്മുടെ മെയിൻ സിറ്റി, നമ്മൾ ജീവിച്ചിരുന്നത് മെയിൻ സിറ്റിയിലായിരുന്നു ആദ്യം. ആ സമയത്തൊക്കെ എനിക്ക്
ഏറ്റവും കൂടുതൽ എനിക്ക് അവിടുത്തെ ജീവിതമൊക്കെ സത്യമായിട്ട് ഇപ്പം മിസ്സാവുന്നുണ്ട് കേട്ടോ. വേറെ ഒന്നുമല്ല, എന്തൊരു കഷ്ടപ്പാടാണെന്നറിയാം. നമ്മൾ സിറ്റിയുടെ ഉള്ളിൽ നിന്ന് ഇത്തിരി മാറി വന്നപ്പോൾ ഉണ്ടല്ലോ, ഈ കുടുംബശ്രീക്കാരും ഈ പഞ്ചായത്തുകാരും വിചാരിച്ചാൽ മാത്രമേ നമ്മുടെ വീട്ടിലെ വേസ്റ്റ് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ, പ്ലാസ്റ്റിക്. പിന്നെ ഇൻസിനറേറ്റർ നമ്മൾ വാങ്ങിച്ച് വെച്ചിട്ടുണ്ട്. എന്നിരുന്നാലും എപ്പോൾ നോക്കിയാലും അതിൻ്റെ ടെറസിൽ പോയിരുന്ന് കത്തിക്കാൻ നമുക്ക് സമയം കിട്ടും. പണ്ട് സിറ്റിയിലായിരുന്നപ്പോൾ 50 രൂപ കൊടുത്താൽ മതി, എല്ലാ ദിവസവും വേസ്റ്റ് എടുക്കാൻ വരും, ഒരു ദിവസം പ്ലാസ്റ്റിക് കൊടുക്കാൻ വരും, ഒന്നും അറിയണ്ടായിരുന്നു. ഈ പഞ്ചായത്തുണ്ടല്ലോ, എനിക്ക് തോന്നുന്നു ചില കാര്യങ്ങളിലൊക്കെ ഉണ്ടല്ലോ ഇവർ മാറ്റി പിടിക്കേണ്ട സമയം കഴിഞ്ഞു എന്നേ. അത്യാവശ്യം ബേസിക് നീഡ്സ് അല്ലേ. ഈ വേസ്റ്റ് കാര്യങ്ങളും കൂട്ടിയിടാൻ പാടില്ല, അവരിടാൻ പാടില്ലെന്ന് പറയുകയും ചെയ്യും, എങ്കിൽ അവരൊട്ടും എടുത്തിട്ട് പോവില്ല. പിന്നെ ഞങ്ങളുടെ അവിടെ ധാരാളം പട്ടിയുണ്ട്, പട്ടിയും കടിച്ചിടും. എന്ത് പറയാൻ, ആയക്കൂടെ കഷ്ടപ്പാടാണെന്നേ. പിന്നെ അതേ നമ്മളുടെ സെറക്കുട്ടി ഡ്രസ്സ് എടുത്തിട്ടു കേട്ടോ. ഡ്രസ്സ് എടുത്തിട്ട് പുള്ളിക്കാരത്തി ഈ ഡ്രസ്സ് വിട്ടൊരു കളിയില്ലെന്ന് വേണം പറയാൻ. സോസേജ് കണ്ടോ, ഈ സോസേജ് ഉണ്ടാക്കുന്ന സമയം ഈ അപ്പനും മക്കളും കുക്ക് ചെയ്യാൻ തുടങ്ങിയാലുണ്ടല്ലോ. അത്രയ്ക്കുള്ളൂ കേട്ടോ. ബൈ, സി യു, ലവ് യു.